Voice of Marketing, in touch with positive people. വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു പ്രീമിയം ഷോപ്പിന്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് എന്തെല്ലാം റെസ്പോൺസുകൾ ഏറ്റെടുക്കണം, ആ ഒരു ഉയർച്ചയിലേക്ക്, ആ ഒരു വളർച്ചയിലേക്ക് അവർ നടന്നെടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രീമിയം ഷോപ്പിന്റെ ഉയർച്ചയിലേക്ക്, അതിൻ്റെ വളർച്ചയിലേക്ക് എന്തെല്ലാം റെസ്പോൺസുകൾ അതിൻ്റെ ഓണർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യമായി മൊത്തത്തിലുള്ള എൻ്റയർ ഷോപ്പിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റികൾ, എല്ലാ റെസ്പോൺസിബിലിറ്റികളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ ഷോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ റെസ്പോൺസുകളും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതോറിറ്റികൾ ഡെലിഗേറ്റ് ചെയ്യാൻ ഉണ്ടാകും, എന്നാലും അതിൻ്റെ ഒരു കൺട്രോള് അതിൻ്റെ ഓണറിന്റെ കയ്യിൽ, അല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടറിന്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു കമ്പനി അതോറിറ്റി വന്ന് സ്കീമുകളുടെ കാര്യം പറഞ്ഞ് ഒരു ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ 10 ലക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ 25 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയും ഒക്കെ വൺ ടൈം പർച്ചേസ് നടത്താതെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അത്യാവശ്യ ഒരു ഘടകം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു ഷോപ്പായതുകൊണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ഒരു മാസത്തിൽ അത് വിറ്റ് പോകാൻ സാധ്യത ഇല്ലെങ്കിൽ അതൊരു ക്യാഷ് ഇൻഫ്ലോ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതാണ്. പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിന് ചിലപ്പോൾ 10 ദിവസത്തിനോ അല്ലെങ്കിൽ 15 ദിവസത്തിനോ ഉള്ളിൽ പൈസ കൊടുക്കേണ്ടതായിരിക്കാം. കാരണം പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ഷോപ്പാണിത്. പ്രീമിയം കാറ്റഗറിയിലുള്ള ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പേയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്യുറേറ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. ചെക്ക് ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ നെഫ്റ്റ് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ശേഷം ഈ പ്രോഡക്റ്റുകൾ വിറ്റ് പോകാതിരിക്കുകയും ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തു വയ്ക്കുകയും ചെയ്താൽ അത് ഒരു ഡെഡ് സ്റ്റോക്ക് ആയിട്ട് മാറും. അതുപോലെ ഒരു വിജിലൻ്റ് ആയിട്ടിരിക്കണം. നമ്മുടെ സമീപത്തെക്കുറിച്ചും പ്രോഡക്റ്റുകളെക്കുറിച്ചും ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിജിലൻ്റ് ആയിട്ട് ആ റെസ്പോൺസുകൾ ഏറ്റെടുത്ത് നീങ്ങിയാൽ മാത്രമാണ് അത് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് ആ ഷോപ്പിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്ഡേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോപ്പിലെ മാറ്റങ്ങൾ, മാർക്കറ്റിലെ മാറ്റങ്ങൾ. അപ്ഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ ആ ഷോപ്പിന് കഴിഞ്ഞിരിക്കണം. കാരണം അടുത്ത നെക്സ്റ്റ് നിൽക്കുന്ന കോമ്പറ്റീറ്ററായിട്ട് നിൽക്കുന്ന റീറ്റെയിൽ ഷോപ്പുകാരൻ പ്രൈസ് താഴ്ത്തി വിൽക്കുന്നുണ്ടോ? നമ്മൾ പ്രൈസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഫിക്സഡ് റേറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു ഒരു ലോക്കൽ ബ്രാൻഡ് കൂടി നമ്മൾ എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്, വളരെ നല്ല ക്വാളിറ്റി, വളരെ നല്ല സർവീസ്, ആ ഒരു കണ്ടീഷനുള്ള ഒരു സെക്കൻഡ് ബ്രാൻഡ് കൂടി ഈ പ്രീമിയം ഷോപ്പുകൾ എടുത്തു വച്ചാൽ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം പറഞ്ഞാൽ പ്രൈസ് ഒരു വലിയ മാറ്റർ തന്നെയാണ്. പ്രൈസിലെ ചെറിയ വേരിയേഷൻ പോലും ആർക്ക് സഹിക്കാൻ പറ്റില്ല? കസ്റ്റമർ സഹിക്കില്ല. കസ്റ്റമർക്ക് ഒരു 10 രൂപ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ 20 രൂപ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പിലേക്കാണ് കസ്റ്റമർ ഒഴുകി പോവുകയുള്ളൂ. അത് തടഞ്ഞു നിർത്തണമെങ്കിൽ, നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഒരു സെക്കൻഡ് ബ്രാൻഡ് കൂടി അവിടെ ഇരിക്കുന്നത് നന്നായിരിക്കും. ഒരു ഫസ്റ്റ് ബ്രാൻഡ് വിൽക്കുന്നു, അതിനകത്ത് പ്രൈസിങ്ങിൽ ഒരു നെഗോസിയേഷൻ നടക്കുന്നില്ല. കാരണം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോൾ അതിൻ്റെ പ്രൈസിങ് ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുവരാതെ ആ ക്വാളിറ്റിയിൽ തന്നെ അത് വിൽക്കുന്നതാണ് ആ കമ്പനിക്ക് നല്ലത്, നിങ്ങൾക്ക് നല്ലത്. ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രീമിയം ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന പ്രീമിയം ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഡൗൺ ചെയ്ത് കൊടുക്കാതിരിക്കുക, ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുക. അതിന് ഒരു സെക്കൻഡ് ബ്രാൻഡ് കൂടി അവിടെ കൊണ്ടുവന്ന ശേഷം നല്ല ക്വാളിറ്റി, നല്ല സർവീസ്, നല്ല പ്രൈസിങ്, നിങ്ങൾക്ക് നല്ല മാർജിനും കിട്ടുമെങ്കിൽ ഒരു സെക്കൻഡ് ബ്രാൻഡ് കൂടി ഒപ്പം തന്നെ വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി
ഈ മറ്റുള്ള അതർ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് താഴ്ത്തി കൊടുക്കുന്നതിനെ അതിജീവിക്കാൻ പറ്റും. എന്നാലും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വിൽക്കുന്നവർ റേറ്റ് താഴ്ത്തി മാർക്കറ്റിൽ ഇഷ്യൂ ഉണ്ടാക്കാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം തന്നെ. ഉറപ്പായിട്ടും ഒരു പ്രീമിയം ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ മാർക്കറ്റ് കണ്ടീഷനിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ രീതിയിലുള്ള പ്രൈസിലെ വേരിയേഷൻ വരുത്തി സ്കീമുകളൊക്കെ കൊടുത്ത് എല്ലാ ഡീലേഴ്സിനെയും ഈ ഷോപ്പിലേക്ക് തന്നെ, ഈ പ്രീമിയം ഷോപ്പിലേക്ക് തന്നെ ആകർഷിപ്പിച്ച് നിർത്താൻ സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എവിടെ നിന്നൊക്കെ വരുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് കസ്റ്റമർക്ക് കൂടുതൽ ഓഫർ കൊടുത്ത് സ്കീമുകൾ കൊടുത്ത് ഈ ഷോപ്പിലേക്ക് തന്നെ അട്രാക്ട് ചെയ്യിക്കപ്പെടാനുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കണം ഒരു പ്രീമിയം ഷോപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. അത് അയാളുടെ റെസ്പോൺസാണ്, ഉത്തരവാദിത്തമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ മാക്സിമം നമ്മൾ കുറച്ചുകൊണ്ട് വരാൻ ഒരു പ്രീമിയം ഷോപ്പിൻ്റെ അതോറിറ്റി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് ആ ഷോപ്പിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. കാരണം എത്ര സെയിൽസ് അവിടെ ഒരു ഡെയിലി നടക്കുന്നു, അവിടെ ഒരു 50 ലക്ഷത്തിൻ്റെ സെയിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ 1 CR സെയിൽ നടക്കുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളാണോ ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് 35 സ്റ്റാഫുകളുണ്ട്. ഒരു 10 സ്റ്റാഫുകളോട് എടുത്താൽ കുറച്ചുകൂടി സുഗമമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ ആ പുതിയ സ്റ്റാഫുകളെ എടുക്കണം. കാരണം ഉള്ള ആൾക്കാർക്ക് ഓവർ പ്രഷറും പ്രശ്നങ്ങളും കൊടുത്താൽ അവർ നല്ല ഓപ്പണിംഗ് കിട്ടുമ്പോൾ എടുത്തു ചാടി വേറെ ഷോപ്പിലേക്ക് പൊക്കളയും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയ ഒരു സ്റ്റാഫുകളെ നിങ്ങളുടെ പ്രീമിയം ഷോപ്പുകളിൽ പിടിച്ചു നിർത്തുക. അത് ടേൺ ഓവർ വർദ്ധിപ്പിക്കുന്നതിനും ഒരു കസ്റ്റമറെ കൺവേർഷൻ നടത്തുന്നതിനും അങ്ങനെ എക്സ്പീരിയൻസ് ആയ സ്റ്റാഫുകൾ നിങ്ങളുടെ ഷോപ്പിന്, നിങ്ങളുടെ പ്രീമിയം ഷോപ്പുകൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അവരെ വിട്ട് കളയരുത്. അപ്പോൾ സ്റ്റാഫുകളെ ആവശ്യം വന്നാൽ അത് അപ്പോയിന്റ് ചെയ്യണം. കാരണം നമുക്ക് ടേൺ ഓവർ കൂടുകയാണല്ലോ, നമുക്ക് സെയിൽസ് കൂടുകയാണല്ലോ, നമുക്ക് തിരക്കുകൾ അധികം വരികയാണല്ലോ. അപ്പോൾ എങ്ങനെയായാലും ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. വർക്ക് ചെയ്യാതിരിക്കുന്ന സ്റ്റാഫുകൾ, അനാവശ്യമായിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾ, പറയുന്ന കാര്യം അനുസരിക്കാതിരിക്കുന്ന സ്റ്റാഫുകൾ, ഇങ്ങോട്ട് വെറുതെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾ, ജോലിയിൽ ഉഴപ്പുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് ആ സ്ഥാപനത്തിൽ ഒരിക്കലും നിലനിർത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് അവധി എടുക്കുന്നവർ, ഒരു ദിവസം കൃത്യമായി ഷോപ്പിൽ വരാതിരിക്കുക, അവർ കൃത്യമായി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അവർ ഒരു ഷോപ്പ് എന്തുമാത്രം ഉയർച്ചയിലേക്ക് പോകുന്നുവോ അതിന് 2 സ്റ്റെപ്പ് മുന്നിലൂടെ ആ സ്റ്റാഫുകൾ നടന്നാൽ മാത്രമാണ് ആ ഷോപ്പിൻ്റെ ഒപ്പം അവർക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ആ ഷോപ്പിൻ്റെ വളർച്ചയ്ക്കൊപ്പം അവരും വളരാൻ ശ്രമിക്കണം. മാർക്കറ്റിങ്ങിൽ വളരണം, സെയിൽസിൽ വളരണം, അക്കൗണ്ട്സിൽ വളരണം. ഈ മേഖലയിലൊക്കെ ഷോപ്പ് ബ്രാൻഡ് ആകുന്നതനുസരിച്ച്, ഷോപ്പ് ഉയരുന്നതനുസരിച്ച്, ഷോപ്പിൻ്റെ എൻവയോൺമെന്റ്, ആ പ്രൊഫഷണലിസം കൂടുന്നതനുസരിച്ച് സ്റ്റാഫ് അതിലും വലിയ പ്രൊഫഷണലിസത്തിലേക്ക് നിന്നാൽ മാത്രമാണ് അവിടെ വരുന്ന കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്ത് അയക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? ഇൻവോൾവ്മെന്റ് ശരിക്കും വേണം, പെർഫോം ചെയ്യാൻ സാധിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, പ്രോഡക്റ്റ് നോളജ് കിട്ടിയിരിക്കണം, കൃത്യമായിട്ട് കസ്റ്റമറെ കൺവേർഷൻ നടത്താൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നല്ല സ്വഭാവത്തോടെ നല്ല ഹാബിറ്റോടെ പെരുമാറി കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. ഒരു പ്രോഡക്റ്റ് എടുത്തില്ലെങ്കിലും നെക്സ്റ്റ് പ്രോഡക്റ്റ് സഡൻ ആയിട്ട് കാണിച്ച് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം. അപ്സെല്ലിങ്ങിനെ കുറിച്ചും ക്രോസ് സെല്ലിങ്ങിനെ കുറിച്ചും കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് പ്രീമിയം ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ് സ്റ്റാഫുകൾ കൃത്യമായിട്ട് വളർന്നിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അത് നിരവധി പ്രോഡക്റ്റുകൾ ആ റീറ്റെയിൽ ഷോപ്പിന്റെ ഓണർ എടുത്തു വച്ചിരിക്കുന്ന ഇതെല്ലാം വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫണ്ടുള്ള ഒരു വ്യക്തിയെ പ്രോഡക്റ്റ് മേടിക്കാതെ ആ ഷോപ്പിൽ നിന്നും പുറത്തേക്ക് വിടരുത് എന്നുള്ള ശപഥം ചെയ്ത് വേണം ഓരോ റീറ്റെയിൽ സ്റ്റാഫുകളും അവരെ കൺട്രോൾ ചെയ്യേണ്ടതും. ഒപ്പം തന്നെ വർക്ക് ചെയ്യാത്ത സ്റ്റാഫുകളെ യാതൊരു മടിയും കൂടാതെ നമ്മൾ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോതമംഗലത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ അയാൾ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, അയാൾ ഒരു രീതിയിലും പറ്റുന്നില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല, അതുപോലെ ചെയ്യുന്നില്ല, വർഷങ്ങൾ 2 കടന്നിട്ടും യാതൊരു പ്രയോജനമില്ലാതെ ഒരു സ്റ്റാഫ്
തുടരുകയാണെങ്കിൽ യാതൊരു കാര്യവും ആ കമ്പനിക്കും അയാൾക്കും ഉണ്ടാകില്ല എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അയാൾക്ക് ഉണ്ടാകാത്ത എന്താണ്? അയാൾ കൂടുതൽ മടിയനായിട്ട് മാറുകയാണ്, അയാൾ ജോലി ചെയ്യാത്തവനായിട്ട് മാറുകയാണ്, ഏതെങ്കിലും സൈഡിൽ വന്ന് എല്ലാവരിൽ നിന്നും അകന്നു മാറി അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ ഒന്ന് പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. അവർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്റ്റാഫുകളെ ചില കമ്പനിക്കാർ ചെയ്യുന്ന പോലെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അയാൾ കോതമംഗലത്ത് വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾ MG റോഡിൽ ഞങ്ങൾ എറണാകുളം MG റോഡിൽ പുതിയ ബ്രാഞ്ച് ഉണ്ട്, അങ്ങോട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒരു കാരണവശാലും അയാൾക്ക് പോകാൻ സാധിക്കില്ല അങ്ങോട്ട്. കാരണം എന്താണ്? എക്സ്പെൻസ് മുതലാവില്ല, ടൈമിങ്ങിന്റെ പ്രശ്നം വരും. കോതമംഗലത്ത് നിൽക്കുന്നയാൾ MG റോഡിൽ പോയി വർക്ക് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, തിരിച്ചു വരേണ്ട സമയം, ഇതൊക്കെ നോക്കുമ്പോൾ അയാൾ ആ ജോലിയിൽ നിന്ന് മാറും. ചിലപ്പോൾ അയാൾ രക്ഷപ്പെടാൻ മതി വേറെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ കുറച്ചുകൂടെ അവിടെ പെർഫോം ചെയ്തു എന്ന് വരാം, കുറച്ചുകൂടെ ശമ്പളം കിട്ടിയെന്ന് വരാം, കുറച്ചുകൂടെ അയാളെ ഗുഡ് കരിയർ ഉണ്ടായി എന്ന് വരാം. അതുപോലെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രീമിയം ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ പുതിയ ഇയാളേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാം, ഇയാളേക്കാൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കാം, കസ്റ്റമറെ കൺവേർഷൻ ചെയ്യാനുള്ള കഴിവ് കലിബർ ഉണ്ടായിരിക്കാം. ആ രീതിയിൽ ആ റീറ്റെയിൽ ഷോപ്പുകാരനും അതൊരു ഗുണം തന്നെ, അതൊരു ഗുണമായിട്ട് തന്നെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. 3-4 വർഷം കഴിഞ്ഞിട്ട് യാതൊരു നിവൃത്തിയില്ലാത്ത സ്റ്റാഫുകളെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ 3-4 വർഷമൊന്നും കഴിയണ്ട, അതിനു മുമ്പേ തന്നെ എല്ലാവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫുകളെ ആരും നിലനിർത്താൻ സാധിക്കില്ല. പണ്ട് ഒരു എക്സിക്യൂട്ടീവ്, ഒരു ഇന്റർവ്യൂവിന് വന്ന എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ, ഫ്രഷേഴ്സായ എനിക്ക് ഒരു ഓപ്പണിംഗ് തന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ആവും? എന്നെ ജോലിക്കെടുത്ത് ഒന്ന് നോക്കിയാലല്ലേ സാർ ഞാൻ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നറിയാവുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള 5, 6, 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രം നോക്കി നടന്ന് അപ്പോയിൻമെന്റ് ചെയ്താൽ ഞങ്ങളെ പോലെയുള്ള പുതിയ ഫ്രഷേഴ്സിനെ ആര് സ്വീകരിക്കും? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അങ്ങനെ തുറന്നു പറയുന്ന സാഹചര്യങ്ങളിൽ അവർക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ആ ഓപ്പണിംഗ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രഷേഴ്സിന്റെ മുമ്പിൽ നമ്മൾ കണ്ണ് അടയ്ക്കരുത്, വാതിൽ പൊട്ടി അടയ്ക്കരുത്. അവരെയും നമ്മൾ ചേർത്ത് നിർത്തി അവരെ എക്സ്പീരിയൻസ് ആക്കി മാറ്റി അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ നല്ല കുട്ടികളായിട്ട്, നല്ല എക്സിക്യൂട്ടീവായിട്ട്, നല്ല സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട്, നല്ല സെയിൽസ് ഹെഡുകളായിട്ട് അവർ വളരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗും സെയിൽസിലും ആളുകൾ കടന്നു വരാത്ത ഈ സാഹചര്യത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ഫ്രഷേഴ്സിന് കൂടി കൊടുത്താൽ, അവരെ ചേർത്ത് നിർത്തിയാൽ അവരിൽ പലരും പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഇൻ ഷോർട്ട്, ഒരു പ്രീമിയം ഷോപ്പ് നടത്തുന്ന മാനേജിംഗ് ഡയറക്ടർ, CEO പ്രാഥമികമായി ചെയ്യേണ്ടത് ആ ഷോപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ തൻ്റെ സബോർഡിനേറ്റേഴ്സിനെ കൊണ്ട്, തൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്ത് ഓരോ റെസ്പോൺസുകളും അതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത്, ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അണ്ടറിലുള്ള സ്റ്റാഫുകളെ കൊണ്ട് ഓരോ ചെറിയ ജോലി പോലും ചെയ്യിപ്പിച്ച് വളരെ സുഗമമായിട്ട് പ്രീമിയം ഷോപ്പിൻ്റെ ടേൺ ഓവർ കോടികളിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓൾ ദ ബെസ്റ്റ്.